ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. 2024 അതായത് ഈ വർഷം ക്യാമറകളിൽ എന്തൊക്കെയാണ് പുതിയ അപ്ഡേറ്റ്സുകൾ വരിക, എന്തൊക്കെയാണ് അഡ്വാൻസ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് പല ബ്രാൻഡുകളും അവതരിപ്പിക്കുക എന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് 2024 ക്യാമറകളിൽ മൊത്തത്തിൽ മിറർലെസ് ക്യാമറകളിലും അതുപോലെ DSLR ക്യാമറകളിലും ഒക്കെ പുതിയ ഫീച്ചേഴ്സ്, അഡ്വാൻസ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അവതരിപ്പിക്കുക, എന്തൊക്കെയാണ് പുതിയ ഫീച്ചേഴ്സ് കൊണ്ടുവരിക എന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ലെറ്റ്സ് ഫോട്ടോ. നിങ്ങൾക്കറിയാം, ഈ 2023 അവസാനം അവതരിപ്പിച്ച പല ക്യാമറകളിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സ് പല ബ്രാൻഡുകളും കൊണ്ടുവന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സോണി പോലുള്ള പല ബ്രാൻഡുകളും AI ഫീച്ചേഴ്സ്, ഈ ഇമേജ് ക്യാപ്ചറിങ്ങിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ ഫോക്കസിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ AI എനേബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ AI ഹെൽപ്പോട് കൂടിയുള്ള ഒരു മെഷീൻ ലേണിംഗ് എന്നുള്ള ഒരു സാധ്യത പ്രയോജനപ്പെടുത്തി പല ഫീച്ചേഴ്സും അവതരിപ്പിക്കുകയുണ്ടായി. നമുക്ക് പുതിയതായിട്ട് 2024 എന്തൊക്കെയാണ് പ്രതീക്ഷിക്കാൻ പറ്റുക എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. ആദ്യത്തേത് ഒരു ഓട്ടോ ക്യാപ്ചറിങ് എന്നുള്ളൊരു ഫീച്ചറാണ്. ഓട്ടോ ക്യാപ്ചറിങ് നേരത്തെയും നിക്കോണിൻ്റെ പല ക്യാമറകളിലും, ഉദാഹരണമായിട്ട് Z9 പോലുള്ള ക്യാമറകളിൽ നേരത്തെ അവതരിപ്പിച്ച ഫീച്ചറാണ്. എന്നാൽ ഇതിൻ്റെ ഒരു എൻഹാൻസ്ഡ് ആയിട്ടുള്ള വെർഷൻ ഇനിയും 2024 അല്ലെങ്കിൽ തുടർന്നുള്ള വർഷങ്ങളിലും ഒക്കെ അവതരിപ്പിക്കും എന്നാണ് കരുതപ്പെടുന്നത്. അതുപോലെ തന്നെ പല ബ്രാൻഡുകളുടെയും ഒരു ഫേംവെയർ അപ്ഡേറ്റിൽ ഈ ഒരു ഫീച്ചർ കൊണ്ടുവരാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ സബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റ്സ്, അതുപോലെ സ്പീഡ്, ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ഫോക്കസ് ഡിക്റ്റേറ്റ് ചെയ്യാൻ കഴിയുക അല്ലെങ്കിൽ സബ്ജക്റ്റിനെ റെക്കഗ്നൈസ് ചെയ്ത് ഫോക്കസ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഈ ഒരു ഓട്ടോ ക്യാപ്ചർ എന്നുള്ള ടെക്നോളജി വഴി സാധ്യമാകുന്നത്. ഞാനിപ്പോൾ മേളിൽ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ കുറച്ച് പാരാമീറ്റേഴ്സ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അതായത് സബ്ജക്റ്റിൻ്റെ സൈസ് അല്ലെങ്കിൽ സബ്ജക്റ്റിൻ്റെ ഏരിയ, ട്രാക്കിങ്ങിന് എത്രത്തോളം ഏരിയ നമുക്ക് വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫറിന് തീരുമാനിക്കാൻ പറ്റും ഈ ഒരു ഫീച്ചർ എനാബിൾഡ് ഉള്ള ക്യാമറ വഴി. അതായത് നമ്മുടെ ഒരു സീനിൽ അല്ലെങ്കിൽ ഒരു ഒരു സ്പോർട്സ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഒരു ഇവൻറ്റിൽ ഒക്കെ സബ്ജക്റ്റിനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിൻ്റെ സ്പീഡ് എത്രത്തോളമാണ് അല്ലെങ്കിൽ അതിൻ്റെ മോഷൻ എങ്ങനെയാണ്, ഏത് സൈഡിലേക്കാണ് അത് മൂവ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തി ക്യാപ്ചറിങ് സാധ്യമാകുന്ന രീതിയിലായിരിക്കും ഈ ഒരു ടെക്നോളജി വരിക. അഡ്വാൻസ്ഡ് മോഷൻ അല്ലെങ്കിൽ സ്പീഡ് അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് ഏരിയ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു 5-6 കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ഒരു ഫോക്കസിങ് സാധ്യമാകുന്ന രീതിയിൽ, അതുപോലെ തന്നെ ട്രാക്കിങ്ങും സാധ്യമാകുന്ന രീതിയിലുള്ള ടെക്നോളജിയാണ് ഈ ഒരു ടെക്നോളജിയിൽ അവതരിപ്പിക്കാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ചെറിയൊരു വെർഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രാരംഭഘട്ടത്തിലുള്ള നടപടികൾ ഒക്കെ ഈ Z9 അവർ എനേബിൾ ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ഇമേജസ് കാണിച്ചു തരാം. നിങ്ങൾക്കത് കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇത് സാധ്യമാകുന്നത് എന്നുള്ളത്. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ് ടൈമർ ഷൂട്ടിംഗ് എന്ന് പറയുന്ന കാര്യം. അതായത് നമ്മൾ കൊടുക്കുന്ന ഒരു ടൈമിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു ടൈം സെറ്റിങ്ങിൽ, നമ്മൾ പറയുന്ന ഒരു ക്യാമറ സെറ്റിങ്ങിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഷൂട്ട് ചെയ്യുക, ഒരു ഓട്ടോ ക്യാപ്ചറിങ് സാധ്യമാകുക എന്നത് അതും ഇതുപോലെ തന്നെ ഒരു അഡ്വാൻസ്ഡ് ഫീച്ചറാണ്. അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട്, പ്രത്യേകിച്ച് ഈ ഷോട്ടുകൾ മിസ്സാകുന്ന സാഹചര്യത്തിൽ, വെഡ്ഡിങ് ഫോട്ടോസ് അല്ലെങ്കിൽ സ്പോർട്സ് ഫോട്ടോഗ്രാഫിയിലൊക്കെ ഈ ഒരു സിസ്റ്റം എനേബിൾ ചെയ്യുന്ന വഴി അല്ലെങ്കിൽ ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യുന്ന വഴി കുറച്ചും കൂടി എളുപ്പമായിട്ട്, കുറച്ചും കൂടി പെട്ടെന്ന് തന്നെ ഈ ഫോട്ടോസ് മിസ്സാവാത്ത രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾ പലരും പാനിങ് ഫോട്ടോഗ്രാഫി എന്ന് കേട്ടിട്ടുണ്ടാവും. മൂവ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ്, ഒരു കാറോ അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ഒരു സാധനത്തെ നമ്മൾ പാൻ ചെയ്ത് പോയിട്ട് ക്യാമറ പാൻ ചെയ്ത് ഫോട്ടോ എടുക്കുക ആണ് പാനിങ് ഫോട്ടോഗ്രാഫി. ആക്ച്വലി ഇങ്ങനെ പാൻ ചെയ്തെടുക്കുമ്പോൾ അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഒരുപാട് നല്ല രീതിയിൽ ഇമേജ് കിട്ടാനുള്ള സാധ്യത, അതിന് കൃത്യമായിട്ടുള്ള സെറ്റിങ്, അതിൽ സബ്ജക്റ്റിൻ്റെ സ്പീഡ്, കൃത്യമായിട്ടുള്ള ഷട്ടർ സ്പീഡ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു പാനിങ് ഇമേജ് അല്ലെങ്കിൽ നല്ലൊരു പാൻ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ. ഞാൻ കുറച്ച് ഇമേജസ് ഇവിടെ കാണിച്ചു തരാം, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എനിവേ, പാനിങ് അസിസ്റ്റ് ഫീച്ചർ അല്ലെങ്കിൽ പാനിങ്ങിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പാനിങ് അസിസ്റ്റൻസ് ഓൺ ഓഫ് എന്നിങ്ങനെ ഒരു ഓപ്ഷനോട് കൂടി ഒരു ക്യാമറ അവതരിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവതരിപ്പിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്നുള്ള രീതിയിൽ പാനിങ് അസിസ്റ്റൻ്റ് ഇങ്ങനെയുള്ള ഫോട്ടോ, ഫോർ എക്സാമ്പിൾ ഈ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. 2024 അല്ലെങ്കിൽ തുടർന്നുള്ള വർഷങ്ങളിൽ ഞാൻ ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്ന ഒരു ഫീച്ചറാണ് ക്യാമറയുടെ ഇൻറ്റേർണൽ സ്റ്റോറേജ്. അല്ലെങ്കിൽ ക്യാമറയിൽ ഡീഫോൾട്ടായിട്ടുള്ള കുറച്ച് മെമ്മറി, ഫോട്ടോസ് നമുക്ക് മെമ്മറി കാർഡിൽ എന്തെങ്കിലും ഇഷ്യൂ വരികയോ അല്ലെങ്കിൽ പെട്ടെന്ന് മെമ്മറി കാർഡ് എന്തെങ്കിലും ഒരു എറർ കാണിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡീഫോൾട്ടായിട്ട് ക്യാമറയിൽ തന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉണ്ടാവുക എന്നുള്ള കാര്യം. ഒരുപാട് മെമ്മറി ഒന്നും വേണ്ട, ഒരു ഇൻറ്റേർണൽ മെമ്മറി എന്നുള്ള രീതിയിൽ ഒരു 16 GB ഫോണിലൊക്കെ ഉള്ള പോലെ ഒരു 16 GB 32 GB ഒക്കെ ഉള്ളൊരു മെമ്മറി ഉണ്ടെങ്കിൽ നമുക്ക് ക്യാമറയിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുക. അതൊരു നല്ലൊരു ഫീച്ചറാണ്. പക്ഷേ എത്രത്തോളം അത്
ഒരു ക്യാമറ നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം പറ്റും എന്നുള്ള കാര്യം അറിയില്ല. എനിവേ ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്നുള്ളൊരു ഫീച്ചർ ക്യാമറയിൽ ഡീഫോൾട്ടായിട്ട് തന്നെ ഉണ്ടെങ്കിൽ മെമ്മറി കാർഡ് എന്തായാലും വേണം. മെമ്മറി കാർഡിനോടൊപ്പം തന്നെ ഒരു ഇൻറ്റേർണൽ സ്റ്റോറേജ് കുറച്ചൊരു മെമ്മറി കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അടുത്തത് പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗ്ലോബൽ ഷട്ടർ വേഴ്സസ് റോളിംഗ് ഷട്ടർ. ആക്ച്വലി ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക അഡ്വാൻസ്ഡ് ക്യാമറകളിൽ, ഫോർ എക്സാമ്പിൾ ഈ ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ക്യാമറകളിൽ സോണി ആൽഫ 9 Mark III പോലുള്ള ക്യാമറകളിലൊക്കെ ഗ്ലോബൽ ഷട്ടർ അവതരിപ്പിച്ചിട്ടുണ്ട്. സെൻസർ ലെവലിലുള്ള ഹൈ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ഗ്ലോബൽ ഷട്ടർ അവതരിപ്പിക്കുക എന്നുള്ളത് മിക്ക ബ്രാൻഡുകളും അവതരിപ്പിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇനി വരുന്ന മിക്ക ഇതിലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ഫീച്ചറാണ് ഈ ഗ്ലോബൽ ഷട്ടർ എന്നുള്ളത്. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഷട്ടർ റോളിംഗ് ഷട്ടർ എന്നാണ് പറയുക. അതായത് ഒരു സെൻസർ അല്ലെങ്കിൽ പിക്സൽസ് ക്യാപ്ചർ ചെയ്യുന്നത് മുകളിൽ നിന്നും താഴേക്കുള്ള രീതിയിലാണ് ഇമേജ് ക്യാപ്ചർ ചെയ്യുന്നത്. ഒരു ഗ്ലോബൽ ഷട്ടറിൽ അറ്റ് ദ സെയിം ടൈം അല്ലെങ്കിൽ സൈമൾട്ടേനിയസ്ലി ആ പ്ലെയിനിൽ അല്ലെങ്കിൽ സെൻസറിൻ്റെ പ്ലെയിനിൽ ഒരേ സമയം തന്നെ ഇമേജ് ക്യാപ്ചർ ചെയ്യുകയാണ് ചെയ്യുന്നത്. റോളിംഗ് ഷട്ടറിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇമേജ് ക്യാപ്ചർ ചെയ്യുമ്പോൾ മേളിൽ ആദ്യം സെൻസ് ചെയ്യുക, പിന്നീട് താഴത്തേക്ക്, ഒരു എന്താ പറയുക, ഒരു മൈക്രോ സെക്കൻഡിൽ വരുന്ന സംഭവമാണെങ്കിലും ചില പ്രത്യേക സിനാരിയോയിൽ നമുക്കിത് വളരെ പ്രശ്നം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. വളരെ എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു ഫോട്ടോഗ്രാഫറിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഒരു ഗ്ലോബൽ ഷട്ടർ എന്നുള്ളത് പല ഫ്ലാഗ്ഷിപ്പ് ക്യാമറകളിലും അവതരിപ്പിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഹൈ റെസൊല്യൂഷനുള്ള ഒരു LCD സ്ക്രീൻ, ഒരു OLED എന്ന് വേണ്ട എങ്കിൽ തന്നെയും കുറച്ച് നല്ല രീതിയിലുള്ള റെസൊല്യൂഷനുള്ള ഒരു LCD സ്ക്രീൻ ഉണ്ടായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. അങ്ങനെ ഒരു ഫീച്ചർ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു ഡാറ്റ ബേസ്ഡ് അല്ലെങ്കിൽ ഡാറ്റ അനലൈസിങ് ആൻഡ് ക്യാപ്ചറിങ് എന്നുള്ളൊരു ടെക്നോളജി. ആക്ച്വലി ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്രാവശ്യം നേരത്തെ കണ്ട ഒരു സിനാരിയോയിലേക്ക് വീണ്ടും അതേ സമയത്ത് എത്തുകയാണെങ്കിൽ നമ്മുടെ ഫേസ് റെക്കഗ്നീഷൻ അല്ലെങ്കിൽ ഫേസ് രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ സോണിയിലൊക്കെ ഉണ്ട്. നമുക്കൊരു ഫേസ് അല്ലെങ്കിൽ എൻ്റെ ഫേസ് നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് അത് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ആ ഫേസ് വരുമ്പോൾ അല്ലെങ്കിൽ ആ ഫേസിനെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്യാമറ ഡിറ്റക്റ്റ് ചെയ്യും. അതുപോലെ ഒരു ഫേസ് റെക്കഗ്നീഷൻ അല്ലെങ്കിൽ ഫേസ് രജിസ്റ്റർ ഫീച്ചർ പോലെ ഒന്നിലധികം സബ്ജക്റ്റിനെ രജിസ്റ്റർ ചെയ്തിടുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു സ്പോർട്സ് ഫോട്ടോഗ്രാഫിയിൽ ഒരു വണ്ടിയുടെ ഒരു ഹെൽമെറ്റ് നമ്മൾ നേരത്തെ ഫോട്ടോ എടുത്തിട്ട് അതിനെ മെമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, അതിനെ ട്രാക്ക് ചെയ്യണം എന്ന് പിന്നീട് ക്യാമറയ്ക്ക് എന്താ പറയുക, ഒരു ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനെ ക്യാമറ ട്രാക്ക് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ക്യാമറ മെമ്മറൈസ് ചെയ്തിട്ട് പിന്നീട് ട്രാക്ക് ചെയ്യുക, അങ്ങനെയുള്ളൊരു ഫീച്ചർ കൊണ്ടുവരികയാണെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ പല രീതിയിലുള്ള ഫോട്ടോഗ്രാഫി, ഫോർ എക്സാമ്പിൾ വെഡ്ഡിങ് ഇവൻറ്റ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് ബ്രൈഡിൻ്റെയോ ഒക്കെ ഒരു ഇമേജ് എടുത്തിട്ട് ക്യാപ്ചർ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ എപ്പോൾ ആ ഫ്രെയിമിലേക്ക് ആൾ വന്നു കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കായിട്ട് ക്യാപ്ചർ ചെയ്യുക അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സെൻസ് ചെയ്ത് ക്യാമറ തന്നെ ഷൂട്ട് ചെയ്യുക, അങ്ങനെയുള്ള ഫീച്ചറൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചറാണ്. ഒരു AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു അൽഗോരിതം ആയിരിക്കും അങ്ങനെയാണെങ്കിൽ വർക്ക് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള രീതിയിലുള്ള റിസർച്ചുകളൊക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ടാവും എന്ന് കരുതാം. അങ്ങനെയുള്ള ഫീച്ചറൊക്കെ 2024 പിന്നീടുള്ള വർഷങ്ങളിലും അവതരിപ്പിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ മാക്രോ ഫോട്ടോഗ്രാഫി അതുപോലെ തന്നെ ഫോക്കസ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലൊക്കെ ചെയ്യുന്ന ഈ ഫോക്കസ് സ്റ്റാക്കിംഗ് എന്ന് പറയുന്ന ടെക്നോളജി ഉണ്ട്. അതായത് നമുക്ക് ഫോക്കസ് മിസ്സായി പോകുന്ന ഇമേജസുകളെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഫോക്കസ് കിട്ടുന്ന കുറച്ച് ഫോട്ടോസ് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ കുറച്ച് ഇമേജസ് ഫോട്ടോസ് അത്ര ക്ലിയർ അല്ലാത്ത ഔട്ട് ഓഫ് ഫോക്കസ് ആയി പോയ ഏരിയ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു 10-15 ഇമേജസ് ഉണ്ടെങ്കിൽ ആ ഇമേജസിനെ കമ്പൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ആ പല ഇമേജസും കമ്പൈൻ ചെയ്തിട്ട് ഒരുമിച്ച് ഒരു നല്ല ഇമേജ് ആക്കിയിട്ട് ഒരു AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് കമ്പൈൻ ചെയ്ത് നല്ല ഒരു ഇമേജ് ആയിട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഫോക്കസ് സ്റ്റാക്കിംഗ് രീതിയിലുള്ള ഒരു ടെക്നോളജി അവതരിപ്പിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഈ പ്രതീക്ഷിക്കുന്ന 2024 തുടർന്നുള്ള വർഷങ്ങളിലും ക്യാമറ രംഗത്ത് ഞാൻ ഉണ്ടാകും അല്ലെങ്കിൽ എന്താ പറയുക അവതരിപ്പിക്കും എന്ന് കരുതപ്പെടുന്ന ചില ഫീച്ചേഴ്സ്, ചില അഡ്വാൻസ്ഡ് ടെക്നോളജീസ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫോർ നൗ, ലെറ്റ്സ് ഫോട്ടോ വർക്ക്.